നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേയുടെ എക്സാം ഡേറ്റ് ഫുള്ള് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ടുള്ള ടെക്നീഷ്യൻ അടക്കമുള്ള പോസ്റ്റുകളുടെ എക്സാം ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് എക്സാം ആരും എന്ത് ചെയ്തിട്ടില്ല, പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുക. ഫസ്റ്റ് ആദ്യം എക്സാം വരുന്നത് സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ 01/2024 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ട് 25/11/2024 മുതൽ 29/11/2024 വരെയാണ് ALPയുടെ CBT 1ന്റെ എക്സാം വരുന്നത്. അപ്പോൾ CBT 1ന്റെ എക്സാം ഡേറ്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ALPയുടെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇനി CBT 2 വരാനുണ്ട്. അപ്പോൾ ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ CBT 2 പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ആ ഓർഡറിലാണ് ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ആദ്യം നോട്ടിഫിക്കേഷൻ വന്നത് ALP ആണ്. ആ ALPയുടെ എക്സാം ഡേറ്റ് ഫസ്റ്റ് വന്നു. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്ന് RPF SI, ദെൻ അതിന്റെ എക്സാം ഡേറ്റ് വന്നു. പക്ഷെ അവിടെ RPFന്റെ കോൺസ്റ്റബിളിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. കാര്യം RPF കോൺസ്റ്റബിൾ ആണെങ്കിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തൊരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ സന്നാഹങ്ങൾ ആവശ്യം വരും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഒരു രണ്ടാമതൊരു നോട്ടീസ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, RPF കോൺസ്റ്റബിളിന്റെ എക്സാം ഡേറ്റ് അവർക്ക് ഇടാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ RPF കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്ത ആൾക്കാർ എക്സാമിന് നീളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാത്തിരിക്കരുത്. ചിലപ്പോൾ അവർക്ക് ഇതിന്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാം, എക്സാം നടത്താം. അല്ലെങ്കിൽ നമുക്കൊരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ALPയുടെ എക്സാം ഡേറ്റ് 25/11/2024 മുതൽ 29/11/2024 വരെയാണ്. ദെൻ RPF SIയുടെ എക്സാം ഡേറ്റ് വന്നേക്കുന്നത് 2/12/2024 മുതൽ 5/12/2024 വരെയാണ് RPF SIയുടെ എക്സാം ഡേറ്റ് വരുന്നത്. അതായത് 3 ദിവസം കൊണ്ട് അവർ എന്ത് ചെയ്യും, അവർ എക്സാം തീർക്കും. റെയിൽവേ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി, ALP തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തതാണ് ALPക്ക്. അപ്പോൾ ALP അവർക്ക് 4 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ CGL 2 പിന്നെ അത് കഴിഞ്ഞ് SSCയുടെ ഒക്കെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ എക്സാം ഒക്കെ ഇങ്ങനെ പുഷ്പം പോലെ അങ്ങ് നടത്തി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 16/12/2024 മുതൽ 26/12/2024 വരെയാണ് എക്സാം ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ RRB JEയുടെ എക്സാം ഡേറ്റ് വന്നിട്ട് 6/12/2024 മുതൽ ഡിസംബർ 6 മുതൽ 13/12/2024 വരെയാണ് RRB JEയുടെ CBT 1ന്റെ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് വരാനുള്ള ഒരേ ഒരു എക്സാം ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഒന്ന് RPFന്റെ കോൺസ്റ്റബിളിന്റെ എക്സാം ഡേറ്റ് വരാനുണ്ട്. രണ്ടാമത്തേത് ഇപ്പോൾ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന NDPCയുടെ എക്സാം ഡേറ്റ്. അപ്പോൾ സത്യത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് NDPC ഒക്കെ എക്സാമിന് CBT 1 ആണെങ്കിൽ 2025 ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ മാത്രമേ എക്സാം കാണത്തുള്ളൂ എങ്ങനെ പ്രതീക്ഷ. പക്ഷേ ഒന്നുമല്ല, NDPCയുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ നമുക്ക് NDPCയുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീയായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. NDPC തകർത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. മാത്രമല്ല NDPC മാത്രമല്ല, ALP തന്നെ അത് കഴിഞ്ഞ് JE 5 വർഷത്തിന് ശേഷം വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും ഇത്രയും വേക്കൻസി ഒന്നും എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മിന്നിച്ചങ്ങ് പഠിക്കുക. ഉഴപ്പരുത്. കാര്യം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എക്സാം ഡേറ്റ് വന്നു, ഹോൾ ടിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു എക്സാമിന് ഒരു 4 ദിവസം മുമ്പൊക്കെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അപ്പോൾ എക്സാം സെൻറ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തൊന്നും ആയിരിക്കത്തൊന്നുമില്ല. എക്സാം സെൻറ്ററൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ എക്സാം സെൻറ്ററിനെ കുറിച്ച് മാത്രമേ ഒരു എന്താ പറയുക, എവിടെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റാതെ ഉള്ളപ്പോൾ ദിവസങ്ങളും ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. ഇനി അടുത്ത വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമൊക്കെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അങ്ങോട്ട് എല്ലാ വർഷവും റെയിൽവേ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും റെയിൽവേയുടെ എക്സാം ഇതേപോലെ എന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് എക്സാം ഡേറ്റും ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ CBT 2 ആണെങ്കിലും ഒരുപാട് സമയമൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് സൂപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ NDPCയുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒക്ടോബർ 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് NDPCയുടെ ബാച്ച്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചത് 5 മാസം കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാമെന്നാണ് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത്. അതായത് 200+ അവേഴ്സിൻ്റെ ക്ലാസ് 5 മാസം കൊണ്ട് സിലബസ് നമ്മൾ കവർ ചെയ്യും. പക്ഷേ ഇനി അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്കിനി ഒരു 3 മാസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സിലബസ് നമുക്ക് കവർ ചെയ്യണം. നമ്മുടെ ബാച്ചിനകത്ത് അത് കവർ ചെയ്തിരിക്കും, പക്കയായിട്ട് കവർ ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 800+ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ക്വസ്റ്റ്യൻസും എല്ലാം അതിനകത്തുണ്ട്. CBT മോഡലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ മെൻറ്റർ സപ്പോർട്ടുണ്ട്, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനകത്താണ് ക്ലാസ് വരുന്നത്. ഈ വീഡിയോയുടെ താഴെ ആപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അതിനകത്ത് ക്ലിക്ക്
ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ബാച്ചിൻ്റെ ഫീ വരുന്നത് 3350 രൂപയാണ് ഫീ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മറ്റാരും തരാത്ത പ്രാക്ടീസ് സെഷൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ടന്റ് റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനിടയ്ക്ക് ഒരു ഇൻട്രാക്ഷനോ ബാക്കിയൊന്നും വരത്തില്ല. മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പകരം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാണ് 25+ ലൈവ് ക്വസ്റ്റ്യൻ സെഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഞാനായിരിക്കും നിങ്ങളുടെ മെൻറ്റർ വരുന്നത്. മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200+ അവേഴ്സിൻ്റെ ക്ലാസ്സുകൾ അതിനകത്ത് കാണും. 200+ അവേഴ്സിൻ്റെ ക്ലാസ്സുകൾ പിന്നെ 25+ ലൈവ് സെഷൻസ് കാണും. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെഷൻസ് ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ട്. ഇടയ്ക്ക് ഒന്നും ബ്രേക്ക് ആവാത്ത മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ഗ്യാരണ്ടീഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പും എല്ലാമായിട്ട് നമ്മുടെ ബാച്ച് നമ്മൾ മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ജോലിയും കൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഓൾ.